സിനിമാ വിശേഷങ്ങൾ കടക്കുമ്പോൾ ആദ്യം തമിഴ് കവിയും ഗാനരചയിതാവുമായ വൈരമുത്തുവിന് ജ്ഞാനപീഠ പുരസ്കാരം നൽകിയതിൽ രൂക്ഷ വിമർശനമാണ് ഗായിക ചിന്മയി ശ്രീപാദ ഉയർത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വവും സിനിമാ വ്യവസായവും പീഡകനൊപ്പമെന്ന് വീണ്ടും തെളിയിച്ചു എന്നാണ് ചിന്മയുടെ ആരോപണം. കമൽഹാസൻ വൈരമുത്തുവിനെ അഭിനന്ദിച്ച് പങ്കുവച്ച പോസ്റ്റ് ഷെയർ ചെയ്തും വിമർശനം ഉന്നയിച്ചു. അനുപമ ചേരുന്നു നമുക്കൊപ്പം. അനുപമ, ഗുഡ് ഈവനിങ്. ഇപ്പം നേരത്തെയും ഈ മീറ്റു ആരോപണമൊക്കെ കത്തിനിന്ന സമയത്ത് നിർഭയമായി വൈരമുത്തുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചയാളായിരുന്നു ചിന്മയി ശ്രീപാദ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായി അവരുടെ ഒരുപാട് അവർക്ക് വന്ന ചാൻസുകളൊക്കെ നഷ്ടപ്പെട്ടതുമൊക്കെ അവർ പൊതുവേദിയിൽ തന്നെ തുറന്നു പറയുകയും ഒക്കെ ചെയ്തു. ഇന്നിപ്പോൾ വൈരമുത്തുവിനെതിരെ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്മയി പറയുന്നത്? വൈരമുത്തുവിന് ജ്ഞാനപീഠ പുരസ്കാരം നൽകി ആദരിച്ചിരിക്കുകയാണ് രാജ്യം. സേതു, ഗുഡ് ഈവനിങ്. ഈ പറയുന്നത് പോലെ തന്നെ 2017 ആഗോളതലത്തിൽ ലോകത്തിൽ ഈ ഒരു മീറ്റു പ്രസ്ഥാനം ഉയർന്നു വരുന്ന സമയത്ത് അതിന് തൊട്ടടുത്ത വർഷം 2018 ഇന്ത്യൻ സിനിമാ വ്യവസായത്തെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു ഈ ചിന്മയ ശ്രീപാദ ഉൾപ്പെടെയുള്ളവർ ഈ തമിഴ് ഇൻഡസ്ട്രിയിൽ പ്രമുഖനായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള വൈരമുത്തുവിനെതിരെ ഉയർത്തിയിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ എന്ന് പറയുന്നത്. മോശമായി സംസാരിച്ചു, ലൈംഗിക ചൊവ്വയോടെ സമീപിച്ചു എന്നടക്കം തുറന്ന ആരോപണങ്ങൾ വൈരമുത്തുവിനെതിരെ നടത്തുകയും അതേ തുടർന്ന് ഈ ചിന്മയി ശ്രീപാദ ഉൾപ്പെടെയുള്ളവർ ഒരു തമിഴ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ സൗത്ത് ഇൻഡസ്ട്രിയിൽ ഒരു അപ്രഖ്യാപിത വിലക്ക് നേരിടുന്ന ഒരു രീതിയിലേക്ക് പോവുകയുണ്ടായിരുന്നു. തൻ്റെ കരിയറിലെ പല തിരിച്ചുപോക്കിനും അല്ലെങ്കിൽ പല അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനും അല്ലെങ്കിൽ തന്നെ തഴയുന്നതിനും കാരണമായിട്ടുള്ള ഒരാൾ, ഈ പറയുന്ന പോലെ ഇൻഡസ്ട്രിയിലെ സ്വന്തം പവർ ഉപയോഗിച്ച് തന്നെ തഴഞ്ഞ ഒരാളെന്ന നിലയ്ക്കാണ് ഈ പറയുന്ന പോലെ ചെയ്ത് പറഞ്ഞ പോലെ പല വേദികളിലും ചിന്മയി തുറന്ന പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്രതികരണങ്ങളെ കാണേണ്ടത്. അങ്ങനെ ഒരാളെ, ഒരു സീരിയൽ മൊളസ്റ്റർ ആയിട്ടുള്ള ഒരാളെ, നിരന്തര പീഡകനായിട്ടുള്ള ഒരാളെ അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് ഈ പരമോന്നത സാഹിത്യ ബഹുമതി എന്ന് പറയുന്ന ജ്ഞാനപീഠം കൊടുത്തുകൊണ്ട് ഇന്ത്യൻ സർക്കാരിൽ ഉൾപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ സിനിമാ വ്യവസായവും നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് അവർ പീഡകനൊപ്പം തന്നെയാണ് എന്നുള്ളൊരു തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഈ ജ്ഞാനപീഠ പുരസ്കാരത്തോട് ഇപ്പോൾ ചിന്മയി ശ്രീപാദ നടത്തുന്നത്. അതുപോലെ തന്നെ ഷെയിം ഓൺ ഓൾ ഓഫ് യു എന്നുള്ളൊരു ഒറ്റ വരി തന്നെ ഈ ഒരു പ്രതികരണത്തിൽ ധാരാളമാണെന്ന് പറയണം. എല്ലാവരും ലജ്ജിക്കേണ്ടിയിരിക്കുന്നു, ഈ ഒരു തീരുമാനത്തിൽ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ കമൽഹാസൻ ഈ വൈരമുത്തുവിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായതിൽ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അങ്കിൾ മെന്റർ എന്നുള്ളൊരു പദം ഉപയോഗിക്കുന്നുണ്ട് ഈ വൈരമുത്തുവിനെ വിശേഷിപ്പിക്കാനായിട്ട്. അതിൽ ചിന്മയി പറയുന്നത് ഈ തലതൊട്ടപ്പന്മാരായി ഇത്തരം പുരുഷന്മാരെ കരുതുന്ന പുരുഷന്മാരെ വിശ്വസിക്കുന്നതിൽ സ്ത്രീകൾ അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുന്നതിൽ രാഷ്ട്രീയ പ്രവേശനം ലക്ഷ്യമിട്ടിരിക്കുന്ന ഇത്തരം ആൾക്കാരിൽ അവസരവാദികളായിട്ടുള്ള ഇത്തരം ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് ഇവർ ആർക്കൊപ്പമാണ്, ഇവർ ഒരിക്കലും തങ്ങൾക്കൊപ്പമല്ല എന്ന് മനസ്സിലാക്കണമെന്നും ഈ ഒരു കമൽഹാസനെതിരെ പോസ്റ്റ് എക്സിൽ ഷെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വിമർശനവും ഇപ്പോൾ ചിന്മയി ഉന്നയിക്കുന്നുണ്ട്. ഓക്കെ അനുപമ, ശരി. ഇപ്പം വൈരമുത്തുവിന് ജ്ഞാനപീഠം നൽകി ആദരിച്ചതിൽ പ്രതികരണവുമായി രംഗത്ത്, പ്രതികരണമല്ല രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു ഗായിക ചിന്മയി ശ്രീപാദ.